നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിലും നിങ്ങളുടെ വീട്ടിൽ സോളാർ വെക്കാൻ കഴിയാതെ വന്നേക്കാം. എന്തുകൊണ്ട്? എറണാകുളം ജില്ലയിലുള്ള 194 ട്രാൻസ്ഫോർമറിന് കീഴിലുള്ളവർക്ക് ഇനി മുതൽ സോളാർ വെക്കാൻ സാധിക്കില്ല. അതിന്റെ കാരണം സോളാർ വെക്കുന്നതിനുള്ള ട്രാൻസ്ഫോർമറിന്റെ കപ്പാസിറ്റി കഴിഞ്ഞു. അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലുള്ള 545 ട്രാൻസ്ഫോർമറുകൾ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ സോളാർ വെക്കുന്നതിനുള്ള ട്രാൻസ്ഫോർമർ കപ്പാസിറ്റി കഴിയും. കാരണം കൂടുതൽ ആളുകൾ ആ ട്രാൻസ്ഫോർമറിന് കീഴിൽ സോളാർ സ്ഥാപിച്ചു. ഈ 545 ട്രാൻസ്ഫോർമറുകളിൽ എല്ലാം തന്നെ 20 കിലോ വാട്ടിൽ താഴെ മാത്രമേ സോളാർ വെക്കാൻ കപ്പാസിറ്റി ഉള്ളൂ. 4-5 പേര് സോളാർ വെക്കുമ്പോൾ തന്നെ ആ ട്രാൻസ്ഫോർമർ കപ്പാസിറ്റി കഴിയും. അതിൻ്റെ അർത്ഥം ഏതാനും മാസങ്ങൾ കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിലെ 545 ട്രാൻസ്ഫോർമറിന് കീഴിലുള്ള ഏകദേശം 40,000 വീടുകൾക്ക് സോളാർ വെക്കാൻ സാധിക്കാതെ വരും. ഇതൊരു ഉദാഹരണം മാത്രമാണ്. എറണാകുളം ജില്ല മാത്രമല്ല, കേരളത്തിലെ മിക്കവാറും ജില്ലകളിൽ അനേകം ട്രാൻസ്ഫോമറുകളിൽ സോളാർ വെക്കുന്നതിനുള്ള കപ്പാസിറ്റി കഴിഞ്ഞിരിക്കുന്നു. ഇതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെ ട്രാൻസ്ഫോമറിൻ്റെ കപ്പാസിറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും സോളാർ വെക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഓൺ ഗ്രിഡ് വെക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ് ആളുകൾക്ക് ഓൺ ഗ്രിഡ് സോളാർ സ്ഥാപിക്കാൻ കഴിയാത്തത്? KCBയുടെ ട്രാൻസ്ഫോമർ കപ്പാസിറ്റി നിയമം എന്താണ്? എനിക്ക് സോളാർ വെക്കാൻ കഴിയുമോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാൻ കഴിയും? ട്രാൻസ്ഫോർമർ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ആ ട്രാൻസ്ഫോമറിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന സോളാറിൻ്റെ കപ്പാസിറ്റിയാണ് അർത്ഥമാക്കുന്നത്. നിലവിൽ ട്രാൻസ്ഫോർമറിൻ്റെ 90% കപ്പാസിറ്റി മാത്രമാണ് സോളാറിന് അനുവദിക്കുന്നത്. ഒരു 100 kVA ട്രാൻസ്ഫോമർ എന്നത് കിലോ വാട്ടിലേക്ക് മാറ്റുമ്പോൾ 90 കിലോ വാട്ട് ട്രാൻസ്ഫോമറാണ്. ഇതിൻ്റെ 90% എന്നത് 81 കിലോ വാട്ടാണ്. ഇതിൻ്റെ അർത്ഥം 100 kVA ട്രാൻസ്ഫോമറിൽ ഏകദേശം 81 കിലോ വാട്ട് മാത്രമേ സോളാർ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുള്ളൂ എന്നർത്ഥം. അതായത് 16 പേർ 5 കിലോ വാട്ട് വീതം സോളാർ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ആ 100 kVA ട്രാൻസ്ഫോമറിൻ്റെ കപ്പാസിറ്റി കഴിയും. ഒരു ട്രാൻസ്ഫോമറിൽ ശരാശരി 100-ലധികം വീടുകൾ കാണും. ഇതിൽ ശരാശരി 20 വീടുകൾക്ക് മാത്രമേ സോളാർ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുള്ളൂ. അതായത് 80 വീട്ടുകാർക്ക് സോളാർ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നർത്ഥം. ചുരുക്കി പറഞ്ഞാൽ 20% ആളുകൾക്ക് മാത്രമേ ഓൺ ഗ്രിഡ് സോളാർ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുള്ളൂ. നിങ്ങളുടെ വീട്ടിൽ സോളാർ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുമോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? KCBയുടെ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രാൻസ്ഫോമറിന് സോളാർ വെക്കുന്നതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നു. വെബ്സൈറ്റിൽ ആദ്യം നിങ്ങളുടെ ജില്ല കൊടുക്കുക, തുടർന്ന് നിങ്ങൾ ട്രാൻസ്ഫോമറിൻ്റെ പേര് കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ ട്രാൻസ്ഫോമറിൽ എത്ര കിലോ വാട്ട് സോളാർ വെച്ചിട്ടുണ്ടെന്നും ഇനി എത്ര കിലോ വാട്ട് കൂടി സോളാർ വെക്കാൻ കഴിയും എന്നത് അതിൽ കാണിക്കും. ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ 3-ൽ താഴെയാണെങ്കിൽ നിങ്ങൾക്ക് സോളാർ വെക്കാൻ സാധിക്കില്ല. ഭാവിയിൽ ട്രാൻസ്ഫോമർ കപ്പാസിറ്റി കൂട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് സോളാർ വെക്കാൻ സാധിക്കും. അത് പലപ്പോഴും പ്രായോഗികമായിരിക്കില്ല. എന്തുകൊണ്ട് പെട്ടെന്ന് തന്നെ സോളാർ വെക്കണം എന്ന് പറയുന്നത്? ഓൺ ഗ്രിഡ് സോളാർ ട്രാൻസ്ഫോർമർ കപ്പാസിറ്റിക്ക് അനുസരിച്ച് മാത്രമേ വെക്കാൻ സാധിക്കൂ. ട്രാൻസ്ഫോർമർ കപ്പാസിറ്റി വളരെ വേഗം കഴിയും. അതിന് കാരണം കൂടുതൽ ആളുകൾ ഇലക്ട്രിക്കൽ വെഹിക്കിൾ വാങ്ങുന്നു എന്നതുകൊണ്ടാണ്. ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ഉള്ളവർ 5 കിലോ വാട്ട് മുതൽ 10 കിലോ വാട്ട് വരെ സോളാർ ഇൻസ്റ്റാൾ ചെയ്തേക്കാം. ഇത് മാത്രമല്ല, ഒരു വീട്ടിൽ സോളാർ വെക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അടുത്ത വീട്ടിലുള്ളവർക്ക് സോളാർ വെക്കുന്നതിനുള്ള ആഗ്രഹം സ്വാഭാവികമായും ഉണ്ടാവും. നിങ്ങൾക്ക് ഇലക്ട്രിക് വെഹിക്കിളും ഇൻഡക്ഷൻ കുക്കറും വൈദ്യുതി ചാർജ് ലാഭിച്ചുകൊണ്ട് സോളാർ വെക്കാൻ കഴിയും. അതുകൊണ്ട് എത്രയും വേഗം കഴിയുമെങ്കിൽ ഇന്ന് തന്നെ അതിനുള്ള നടപടികൾ തുടങ്ങുക. അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ കപ്പാസിറ്റി കഴിഞ്ഞ് നിങ്ങൾക്ക് ഓൺ ഗ്രിഡ് സോളാർ വെക്കാൻ സാധിക്കാതെ വന്നേക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ലഭിക്കുന്നത് സോളാർ ടെക് ട്രെയിനിങ് അക്കാദമിയിൽ നിന്നാണ്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് സോളാറിനുള്ള പരിശീലനവും കൺസൾട്ടൻസിയും നൽകുന്നു. ഇത്രയും സമയം ഈ വീഡിയോ ശ്രദ്ധിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയുന്നു.